उपात्तवासं वटशाखिमूले तद्धाम दाक्षिण्यजुषा स्वमूर्त्यां जागर्तु चित्ते मम बोधरूपम् अद्राक्षम् अक्षीणदयानिधानम् आचार्यमाद्यं वटमूलभागे मौनेन मन्दस्मितभूषितेन महर्षिलोकस्य तमोनुदन्तं विद्राविताशेषतमो गणेन मुद्राविशेषेण मुहुर्मुनीनां निरस्य मायां दयया विधत्ते देवो महांस्तत्त्वमसीति बोधम् ममाद्य देवो वटमूलवासी कृपाविशेषात् कृतसन्निधानः ओङ्काररूपाम् उपदिश्य विद्याम् आविद्यगध्वान्तमपाकरोतु श्रुत्यर्थगोचरं वन्दे वाच्यार्थानामगोचरम् लक्ष्यार्थवपुषं वन्दे शङ्करं देशिकं गुरुं नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोटकं वार्तिककारमन्यानस्मद्गुरून् सन्ततमानतोऽस्मि। अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनां सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयं योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्। सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। नमो ब्रह्मादिभ्यो ब्रह्मविद्यासम्प्रदायकर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितप्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്കിലും ആവർത്തനം ആവശ്യമാണ്. അധ്യാത്മ സാധന ചെയ്യുന്നവർക്കിടയിൽ അധ്യാത്മജീവിതം ആഗ്രഹിക്കുന്നവർക്കിടയിൽ വളരെയധികം ആകർഷണമുള്ള ഒരു കാര്യമാണ് ധ്യാനം.
ധ്യാനിക്കുന്ന ഒരു പടം, ധ്യാനിക്കുന്ന ഒരു യോഗിയുടെ ചിത്രം, ഇതൊക്കെ വളരെ ആകർഷണമാണ്. ധ്യാനം പല വിധത്തിലുണ്ട്. ഇപ്പോൾ ധ്യാനം എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ കുറച്ച് നേരത്തേക്കുള്ള ഒരു റിലാക്സേഷൻ അത്രയേ ഉള്ളൂ. അധ്യാത്മസാധനയിൽ ഉപാസനാമണ്ഡലത്തിൽ ഒരു ധ്യാനം ഉണ്ട്. ഇപ്പോൾ യോഗത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇതാണ് അഷ്ടാംഗയോഗം. നമ്മൾ നമസ്കാരം ചെയ്യുമ്പോൾ പറയുമല്ലോ സാഷ്ടാംഗ നമസ്കാരം അല്ലേ? സാധാരണ പറഞ്ഞ കാല്, കയ്യ്, നെഞ്ച്, തല ഒക്കെ കൂടിയുള്ള എട്ടംഗ, അങ്ങനെയല്ല. ശരിക്കുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ ഭഗവാനെ മാത്രം സത്യമെന്ന് കരുതി മമതയെ, മമകാര നിഷേധമാണ് നമസ്കാരം. അത് സമാധിയിലേ സാധിക്കുള്ളൂ. ഈശ്വര പ്രണിധാനം, അതിന് ഈ അഷ്ടാംഗത്തോടുകൂടിയുള്ള യോഗം, സമാധിയാണ് നമസ്കാരം. പക്ഷെ അത് പറഞ്ഞിട്ട് നമസ്കരിക്കാതിരിക്കേണ്ട, ചെയ്തോളൂ. പലപ്പോഴും എക്സസൈസായിട്ടാണ് ഇപ്പോൾ ചെയ്യണത്. സൂര്യ നമസ്കാരമൊക്കെ വ്യായാമം നടക്കട്ടെ. പക്ഷേ ഇപ്പം നമുക്ക് വിഷയം ധ്യാനം. മനസ്സിനെ പല വിഷയങ്ങളിൽ അലഞ്ഞു നടക്കുന്ന മനസ്സിനെ ഏതെങ്കിലുമൊക്കെ ഏകാഗ്രപ്പെടുത്തി നിർത്തുന്നത് ധ്യാനമായിട്ട് നിർവചിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ഗേസിങ്, അങ്ങനെ എന്തെങ്കിലും. പക്ഷെ സമ്പ്രദായമായിട്ട് വൈദികമായിട്ട് ഉള്ള ധ്യാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉപനിഷത്തിലൊക്കെ ഉണ്ട്, വേദത്തിലുമുണ്ട്. ഇന്ന ദേവതകളെ ധ്യാനിക്കുക, താം ദേവതാം ധ്യായൻ വശക്കരിഷ്യൻ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ അതല്ല ഭക്തിമാർഗത്തിൽ ദേവതാധ്യാനം, കൃഷ്ണനെ ധ്യാനിക്കാൻ, ശിവനെ ധ്യാനിക്കുക, പാദാദികേശമൊക്കെ വർണ്ണന ചെയ്തിട്ടുണ്ട് പല ആചാര്യന്മാരും, ഭാഗവതാദി ഗ്രന്ഥങ്ങളും ഒക്കെ. ഭഗവാന്റെ രൂപധ്യാനം, അലൗകികമായ ഒരു രൂപത്തിനെ വർണ്ണിച്ചു തന്ന് ശാസ്ത്രപ്രതിപാദ്യമായ ഒരു അലൗകിക പൊരുളിനെ വർണ്ണിച്ചു തന്ന് ധ്യാനിക്കും. അതിൽ സഹജമായി തന്നെ ദിവ്യഗുണങ്ങളും ശാന്തി, ആനന്ദം, ശക്തി, ഇതൊക്കെയും അതിൽ ആരോപിതമാണ്. അതുകൊണ്ട് ധ്യാനിക്കുമ്പോൾ സഹജമായി അതൊക്കെ ഉള്ളിൽ വരും. മറ്റു വൃത്തികൾ വരാതെ നോക്കുക, അതൊരു ധ്യാനം. ക്രമേണ ആ സഗുണധ്യാനം, സാകാരധ്യാനം ആത്മജ്ഞാനത്തിലേക്ക് നയിച്ചു പോകണം. അത് ധ്യാനിക്കുന്ന രൂപം ആശ്രയമാണ് ചിത്തത്തിന്. ആ ആശ്രയം സ്വയമേവ
ഒരു ചൂണ്ടയിടുമ്പോൾ മീന് എര തിന്നുന്ന പോലെ ആത്മാവ് ഈ രൂപത്തിനെ വിഴുങ്ങിക്കളയുമെന്നാണ് ഭാഗവതം പറയുന്നത്. തച്ചാപി ചിത്ത ബഡിശം, ബഡിശം എന്ന് വെച്ചാൽ ബെയ്റ്റ്. ശനകൈർവിയുക്തേ മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം. ഭഗവാന്റെ രൂപത്തിനെ പാദം മുതൽ കേശം വരെ വർണ്ണിച്ചു കപില ഭഗവാൻ. എന്നിട്ടാണ് പറയണത് ഇത് സഞ്ചിന്തയേത് ഭഗവത ശരണാരവിന്ദം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം മുക്താശ്രയം യർഹി നിർവിഷയം വിരക്തം. നല്ല വൈരാഗ്യയുക്തമായ മനസ്സിൽ എല്ലാ വിഷയങ്ങളും പോയി കഴിഞ്ഞ് ഈ ഒരു ആശ്രയം ഭഗവാന്റെ രൂപത്തിനെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് നിർവാണമൃച്ഛതി മനഃ. മനസ്സിങ്ങനെ കർപ്പൂരം കത്തിപ്പോകുന്ന പോലെ പോകുന്ന നിർവാണമൃച്ഛതി മനഃ സഹസ യഥാ അർച്ചി. ഒരു ദീപനാളം എണ്ണ വറ്റി പോകുമ്പോൾ പോകുന്ന പോലെ സഹസാ യഥാർച്ചി. അപ്പം എന്തുണ്ട് അവിടെ? ആത്മാനമത്ര പുരുഷോ അവ്യവധാനമേകം അന്വീക്ഷത്തെ പ്രതിനിവൃത്ത ഗുണപ്രവാഹ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിൻ്റെ ഒഴുക്കൊക്കെ ശമിച്ചു കഴിയുമ്പോൾ ശുദ്ധബോധസ്വഭാവമായിട്ടുള്ള ആത്മാവിനെ പ്രതിബന്ധമില്ലാതെ തടസ്സങ്ങളൊന്നുമില്ലാതെ ആ യോഗി ഹൃദയത്തിൽ അനുഭവിക്കണു. അപ്പോഴാണ് ശരിക്കും ധ്യാനം. അപ്പോൾ പുറമേക്ക് അലഞ്ഞു നടക്കുന്ന മനസ്സിനെ പതുക്കെ അകമേക്ക് കൊണ്ടുവന്നിട്ട് ഹൃദയത്തിൽ ആത്മസ്വരൂപത്തിൽ ശുദ്ധ ചൈതന്യത്തിൽ നിർത്തുകയാണ്. അതാണ് ധ്യാനത്തിൻ്റെ സ്വരൂപം. ഇതാണ് യോഗത്തിൽ പതുക്കെ പതുക്കെ ധ്യാനത്തിലേക്ക് വരും. ജ്ഞാനത്തിൽ ശ്രവണം, മനനം, നിധിധ്യാസനമാണ്. ആദ്യമായി ആത്മതത്വത്തിനെ കേൾക്കണം, ശ്രവണം ചെയ്യണം. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. എന്നെക്കുറിച്ച് തന്നെ പുതിയ ഒരു തിരിച്ചറിവാണ്. ഞാൻ ഈ ദേഹമല്ല, മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല. പിന്നെ ഞാൻ ആരാണ്, എൻ്റെ സ്വരൂപം, ഇതൊക്കെ നിഷേധിച്ച് കഴിയുമ്പോൾ യാതൊരു വസ്തു അവശേഷിക്കുന്നു. ആ ശുദ്ധ ചൈതന്യമാണ് ഞാൻ. ഈ വിഷയം ഏകാന്തത്തിലിരുന്ന് ധ്യാനിക്കാൻ ശ്രമിക്കണം. ഉള്ളിൽ വാസ്തവത്തിൽ ഇൻറ്റേർണലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് മനനം. അപ്പോൾ മനസ്സ് വഴങ്ങില്ല. സന്യാസമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ആളുകൾ പലപ്പോഴും ആത്മവിചാരത്തിന് തുടങ്ങുക. അതിന് വിവിധിഷാസന്യാസം എന്ന് പറയും. അവിടെ സന്യാസം എന്തിനാന്ന് വെച്ചാൽ ബാക്കി ഒരു വിഷയവും വേണ്ട എന്നാണ്. കാരണം ഇറ്റ് നീഡ്സ് ഓൾ യുവർ അറ്റൻഷൻ. അതുകൊണ്ട് മറ്റ് വിഷയങ്ങളൊക്കെ വിട്ടിട്ട് ആത്മാവിനെ ധ്യാനിക്കണമെന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ ലൗകിക കർമ്മങ്ങളെയും വിട്ടു, വൈദിക കർമ്മങ്ങളെയും വിട്ടു. ഇതിൽ രണ്ടും ഡിസ്ട്രാക്ഷനാണ് ആത്മധ്യാനത്തിന്. അപ്പോൾ സന്യാസിക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ സമ്പ്രദായമായിട്ട്. ഇപ്പം നമുക്കൊന്നും അത് പ്രശ്നമില്ല, ആരും വൈദിക കർമ്മമൊന്നും ഇല്ലല്ലോ, ആർക്കും ഒരു വിഷമമില്ല. അപ്പോൾ ലൗകിക കർമ്മം എളുപ്പത്തിൽ പോകും. ലൗകിക കർമ്മം വിടാനാണ് വൈദിക കർമ്മം. ലൗകിക കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് വേദം പല കർമ്മങ്ങളെ വിധിക്കുന്നത്. പിന്നീട് ആ കർമ്മങ്ങളും ആത്മധ്യാനത്തിന് പ്രതിബന്ധമായിട്ടിരിക്കുന്നത് കൊണ്ട് വേദം തന്നെ വിധിച്ച വഴിയിൽ അയാൾ അതൊന്ന് വിലകി ആത്മാവിനെ കേൾക്കുന്നു. ശ്രോതവ്യ. പിന്നെ ഏകാന്തത്തിലിരുന്ന് മനനം ചെയ്യണം. ഞാൻ എന്താണ് എൻ്റെ സ്വരൂപം എന്നൊക്കെ വിചാരം ചെയ്യുന്നു. അങ്ങനെ വിചാരം ചെയ്ത് തൻ്റെ നിലനിൽപ്പ്, തൻ്റെ ഇരുപ്പ്, തൻ്റെ സ്വരൂപത്തിനെ സൂക്ഷ്മ ശ്രദ്ധാശക്തി കൊണ്ട് പിടിച്ചെടുക്കാൻ ഒന്ന് ശ്രമിക്കുകയാണ്, സ്ട്രഗിൾ ചെയ്യുകയാണ്. അതാണ് മനനം. അങ്ങനെ ഉള്ളിലങ്ങനെ ശ്രമിക്കുമ്പോൾ അല്പസ്വല്പമൊക്കെ ഓരോ സ്ഫൂർത്തി ഹൃദയത്തിൽ വരും. അതിന് തടസ്സം ഉണ്ടാവും. കാരണം നമ്മളുടെ മനസ്സ് പിടിച്ചാൽ നിൽക്കില്ല.
ഒരാൾ സന്യാസം എടുത്തത് കൊണ്ട് ഉടനെ അയാൾ ജ്ഞാനിയൊന്നും ആവില്ല. അയാൾ മറ്റു വിഷയങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചു, അത്രയേ ഉള്ളൂ. ഒരു രാമകൃഷ്ണ മഠത്തിലൊരു സ്വാമി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഒരുപാട് ചീത്ത പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിക്ക് എന്തോ കർമ്മം ചെയ്തില്ല, എന്തോ കാര്യം ചെയ്തില്ല, ചീത്ത പറഞ്ഞു. അപ്പോൾ ഇയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭക്തൻ ചോദിച്ചു, സ്വാമി, നിങ്ങളൊക്കെ സന്യാസികളല്ലേ, ഞങ്ങൾ കുടുംബസ്ഥർ, ഞങ്ങൾ ചീത്ത പറഞ്ഞാൽ വേണ്ടില്ല. നിങ്ങളൊക്കെ സന്യാസികളല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വരാൻ പറ്റുമോ? ഡോ, ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്ക് ദേഷ്യമൊക്കെ ഒരു ചീത്തയൊക്കെ പറയും. ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യമെന്ന് തീരുമാനിച്ചു, അത്രയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് എന്നാണ്. ഇതിനാണ് വിവിധിഷാ സന്യാസം എന്ന് പറയുന്നത്, സാധക സന്യാസം. സിദ്ധസന്യാസമുണ്ട്, അത് വളരെ റെയർ, വളരെ അപൂർവമാണ്. അറിയേണ്ടത് ഗൃഹസ്ഥാശ്രമത്തിലോ ബ്രഹ്മചര്യാശ്രമത്തിലോ അറിഞ്ഞു കഴിഞ്ഞിട്ട് ലോകാനുഗ്രഹത്തിനായിട്ടോ ഈശ്വര ആജ്ഞ കാരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപരതി എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ടുള്ള സന്യാസം അവർക്ക് സാധ്യമായിട്ടൊന്നുമില്ല, സാധിക്കേണ്ടതൊന്നുമില്ല. അപ്പോൾ അത് വിദ്വത് സന്യാസം, പരമഹംസ സന്യാസം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഉദ്ദേശം, പരമഹംസ സന്യാസവും എന്തിനാണെന്ന് വെച്ചാൽ കേവല നിധിധ്യാസനം, സമാധി പരിശീലനത്തിന് വേണ്ടിയാണ്. അതിനെന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ട്. അത് ക്രിയാന്തരാസക്തി അപാസ്യ കീടകോ ധ്യായൻ യഥാലിം ഹി അലിഭാവമൃച്ഛതി തഥൈവ യോഗി പരമാത്മതത്വം ധ്യാത്വാ സമായാതി തദേകനിഷ്ഠയാ. ഒരു ചിത്രശലഭം ഉണ്ടാവും, ആ പുഴു അതിനകത്ത് കൊണ്ടുവച്ചാൽ ബാക്കിയൊക്കെ വിട്ടിട്ട് ആ ചിത്രശലഭത്തിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. അത്രയും ഒരു കവികൽപ്പനയാണ്. അതുപോലെ ഈ യോഗിയും ബാക്കി കർമ്മങ്ങളൊക്കെ വിട്ടിട്ട് ആത്മാവിനെ, ആത്മസ്വരൂപത്തിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ഈ പ്രാക്ടീഷണർ, സാധകന് അത്ര എളുപ്പമല്ല. അപ്പോൾ അയാൾക്ക് ജപം എന്തെങ്കിലും വേണം. അപ്പോഴാണ് ശുദ്ധ പ്രണവം സന്യാസികൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ശിവൻ എന്ന് പറഞ്ഞ് പഞ്ചാക്ഷരം ജപിച്ചാൽ ജടാധാരിയും കയ്യിൽ ശൂലവും ഒക്കെ ആയിട്ട് രൂപം വന്നു പോകും. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കയ്യിൽ പുല്ലാങ്കുഴലും ഇതൊക്കെ ആയിട്ട് രൂപം വന്നു പോകും. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതേസമയം ജപം വേണം. അങ്ങനെയാണ് ശുദ്ധ പ്രണവത്തിനെ ആലംബം ആക്കി വെച്ചുകൊണ്ട് ആത്മധ്യാനം ശീലിക്കുന്നത്. മനസ്സിനെ കുറച്ചൊന്ന് ശമനം ചെയ്യാം. നോക്കൂ, ചിലപ്പോൾ പഞ്ചാക്ഷരമോ അഷ്ടാക്ഷരിയോ ഒക്കെ ജപിച്ചുകൊണ്ടും ആത്മധ്യാനം ചെയ്യാം, ഒരു കുഴപ്പമില്ല. മനസ്സ് ഇപ്പം ഈ നീന്താൻ പോകുമ്പോൾ, വെള്ളത്തിൽ പോകുമ്പോൾ, നീന്തൽ പഠിപ്പിക്കുമ്പോൾ പണ്ടൊക്കെ ഈ ട്യൂബാണ് ഉപയോഗിക്കുക. സ്കൂട്ടറിൻ്റെ ട്യൂബോ കാറിൻ്റെ ട്യൂബോ ഒക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ഇത്തിരി ക്ഷീണിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വന്നോളും, മുങ്ങില്ല എന്നുള്ളൊരു പേടിയുണ്ട്, ഒരു ധൈര്യമുണ്ട്. ഇപ്പോൾ ഈ സ്വിമ്മിങ് സൂട്ട് ഉണ്ട്, അതിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് എടുത്ത് വെള്ളത്തിലിടാം, മുങ്ങില്ല. ഇപ്പോൾ ഋഷികേശിൽ പോയാൽ നമുക്ക് കാണാം, ആളുകൾ ഇങ്ങനെ വെള്ളത്തിൽ പോകുന്നുണ്ടാവും. ഇതിട്ടിട്ട് എന്താ അതിന് പറയുക, റാഫ്റ്റിംഗ്. ആ ബോട്ടിൽ പോയിട്ട് ഇടയ്ക്കെടുത്ത് വെള്ളത്തിൽ ചാടും, എന്നിട്ട് അവിടെയൊക്കെ ബഹളം കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടാവും അങ്ങനെ. അപ്പോൾ അത് ഈ പൊന്തിക്കിടക്കും അല്ലേ? അതുപോലെയാണ് മന്ത്രം. നിങ്ങൾ ആത്മവിചാരം ചെയ്യാൻ, ആത്മധ്യാനം ചെയ്യാൻ ഇടയ്ക്ക് നിങ്ങൾക്കൊരാശ്രയമാണിത്. ഇതിവിടെ വന്നിരിക്കാം. പിന്നെയും അത് ട്യൂബില്ലാതെ നീന്തണ പോലെയാണ്, വളയില്ലാതെ ചാടുകയെന്ന് പറഞ്ഞാൽ. അതുപോലെ ഒന്നും ആശ്രയമില്ലാതെ ധ്യാനിക്കുക ആത്മാവിനെ, അതാണ് ലക്ഷ്യം. പക്ഷേ ആശ്രയം വേണം. അങ്ങനെ ആശ്രയമാണ് പ്രണവമോ അല്ലെങ്കിൽ നിങ്ങൾ ജപം ചെയ്യണ മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് തന്നെ മനസ്സ്, സർഫസിലുള്ള മനസ്സ് ഇത്തിരി ശാന്തമാവുമ്പോൾ ഉള്ളിൽ എന്താണ് ഇതിനകത്തുള്ളത്, ഈ ഞാൻ എന്താണ്. ഇന്നലെ ആരോ ചോദിച്ചു ആത്മവിചാരത്തിനെ കുറിച്ച്. നമുക്ക് വിഷയവും അടുത്തത് അതാണ് ഇവിടെ പറയണത്. അപ്പോൾ എന്താണ് എൻ്റെ സ്വരൂപം എന്നിങ്ങനെ ഉള്ളിലാദ്യം
ഒരു ചോദ്യരൂപത്തിൽ, ഒരു പ്രശ്നരൂപത്തിൽ ഹൃദയത്തിൽ വയ്ക്കുക. ആദ്യമൊന്നും കിട്ടില്ല. കഥക് വാതിലിൽ മുട്ടുകയാണ് നമ്മൾ. അങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കാം. എന്താണ് എൻ്റെ സ്വരൂപം? പിന്നെ മനസ്സ് കുറച്ച് വിക്ഷിപ്തമായാൽ ജപം ചെയ്യാം. എന്നിട്ട് ജപത്തിൻ്റെ ഇടയിൽ കൂടെ ഈ ജപിക്കുന്നവൻ ആരാണ് ഈ ജപം ചെയ്യണത്? ഇതിപ്പോൾ ചത്ത ശരീരമാണെങ്കിൽ ജപിക്കില്ലല്ലോ. ജഡശരീരം സിദ്ധാസനത്തിലൊക്കെ ഇരുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ പോയാൽ നല്ല ഹംസവാഹനത്തിൽ പോകുന്നുണ്ടാവും. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു കല്യാണമായിരിക്കും വിചാരിച്ചു. പിന്നെയാണ് അറിയണത് അത് അവസാനമാണ്. കല്യാണമായിരിക്കാൻ വേണ്ടി വയസ്സായ ആളാണ്. ഗംഭീരമായിട്ട് ഇരുത്തി ഉള്ള പൂവൊക്കെ ഇട്ടിട്ട് തപ്പട്ട കൊട്ടി പടക്കം പൊട്ടിച്ച് കൊണ്ടുപോകും. പക്ഷെ എന്ത് കാര്യം? ഒന്നും കേൾക്കില്ല അല്ലേ? ഇരിക്കുമ്പോൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ശരീരത്തിന് ഉള്ളിൽ എന്താണ് തൻ്റെ സ്വരൂപം എന്നുള്ള വിചാരം വരണം. അത് ജഡശരീരത്തിന് പറ്റില്ല. അപ്പോൾ ജീവൻ ഉള്ള ഈ ഞാൻ, എൻ്റെ ഉള്ളിൽ അപ്പോൾ ജീവൻ എന്തോ ഒന്നുണ്ട്. അതിൻ്റെ സ്വരൂപം എന്താണ്? അത് ഈ ശരീരമല്ല. പിന്നെ എന്താണ്? ഉള്ളിൽ ചെല്ലുമ്പോൾ ഉള്ളിൽ ഇന്ദ്രിയങ്ങളൊക്കെ അങ്ങനെ വ്യാപിച്ചിരിക്കുന്നത് നമ്മൾ കാണും. ഇന്ദ്രിയങ്ങൾ ആന്തരികമായി സൂക്ഷ്മമായി ചിത്തത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണും. ഇന്ദ്രിയങ്ങൾ ഈ പുറമേക്കല്ല, കണ്ണ്, ചെവി, കാത്, മൂക്കൊക്കെ, അതൊക്കെ ഉള്ളിൽ അർത്ഥാഹ എന്ന് പറഞ്ഞു. ഇന്ദ്രിയേഭ്യ പരാഹി അർത്ഥാഹ അർത്ഥേഭ്യശ്ച പരം മനഃ മനസഃ പരം എന്താണ്? മഹതഃ പരാ ബുദ്ധി ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹതഃ പരമവ്യക്തം ആട്ടെ. അപ്പോൾ ഇതൊക്കെ ശ്രുതി പറഞ്ഞു. ഈ പറഞ്ഞ കാര്യം നമ്മളിപ്പോൾ ഉള്ളിൽ യാത്ര ചെയ്ത് തുടങ്ങുകയാണ്. ആ ഉള്ളിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു വെഹിക്കിളാണ് മന്ത്രം അല്ലെങ്കിൽ ആത്മവിചാരം എന്നുള്ള ഒരു ആശയം. മനനം ചെയ്യാനുള്ള ഒരു ആശയമാണ് ഞാൻ എന്താണ്, ഞാൻ ആരാണ്. ഇപ്പോൾ ഗായത്രിയൊക്കെ ഒരു ആശയമാണ്. ഇപ്പോൾ നാരായണായ നമഃ എന്ന് പറഞ്ഞാൽ ആശയമല്ല, ഒരു നമസ്കാരം അത്രയേ ഉള്ളൂ. ശിവായ നമഃ ഒരു ആശ്രയമല്ല, ആശയമില്ല അതിൽ, ഒരു നമസ്കാരം. ഗായത്രി എന്ന് പറയുമ്പോൾ ഒരു ആശയമാണ്, ഒരു വിഷയമുണ്ട് അതിനകത്ത്. അതുപോലെ ഇവിടെയും ഈ ഞാൻ ആരാണ്, എൻ്റെ സ്വരൂപം എന്താണ് എന്നുള്ള ഒരു ആശയമാണ്, ഒരു ഐഡിയ ഉള്ളിൽ ഇങ്ങനെ വയ്ക്കുകയാണ്. നോക്കാം അടുത്ത മന്ത്രം. ഇന്നലെ പറഞ്ഞു എല്ലാവരുടെ ഉള്ളിലും ഗൂഢമായിട്ടിരിക്കുന്നു ആത്മാ, എന്നിട്ടും ആരും അറിയണില്ല എന്ന് പറഞ്ഞു. ഇതിനേക്കാളും വലിയ മായ എന്താ ഉള്ളത്? എല്ലാവർക്കും ആ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ചൈതന്യം അനുഭവത്തിലുണ്ട്. അത് ഞാൻ എന്ന അനുഭവരൂപത്തിൽ സിദ്ധമാണ്. ഒരു ഇരുട്ട് റൂമിൽ ഇരുന്നാലും ഞാൻ എന്ന ആ ഉണ്മ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഉണ്മയെ ശ്രദ്ധിക്കുകയാണ്. അതിനാദ്യപടിയായിട്ട് പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളുടെ ശ്രദ്ധയെ പടിപ്പടിയായിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതാണ് ശ്രുതി പറയുന്ന ധ്യാനം. യച്ഛേദ്വാങ് മനസി പ്രാജ്ഞഃ തദ്യച്ഛേത് ജ്ഞാന ആത്മനി ജ്ഞാനമാത്മനി മഹതി നിയച്ഛേത് തദ്യച്ഛേത് ശാന്ത ആത്മനി.
യച്ഛേത് നിയച്ഛേത് ഉപസംഹരേത് പ്രാജ്ഞഃ വിവേകി. അതാണ് വ്യത്യാസം. ആത്മധ്യാനം ചെയ്യുമ്പോൾ ശ്രവണവും മനനവും കഴിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ആത്മാവിനെ ധ്യാനം ചെയ്യണത്. നോട്ട് വിത്തൗട്ട് എനി ക്ലൂ. ഇറ്റ് ഈസ് നോട്ട് ഡയറക്റ്റ്ലി യു എൻറ്റർ ഇൻ ടു മെഡിറ്റേഷൻ. യോഗത്തിലും പതഞ്ജലിയൊന്നും അത് സമ്മതിക്കില്ല, പിരിച്ചുവിട്ടുകളെ. യമം നിയമം ഇത് രണ്ടും ബേസിക്കായിട്ട് വേണം. പതഞ്ജലി യോഗസൂത്രത്തിൽ പറയണു, ഇല്ലെങ്കിൽ വിദേഹപ്രകൃതി ലയമുണ്ടാവും എന്നാണ്. എന്നുവെച്ചാൽ മനസ്സ് ലയിക്കും, പക്ഷെ ദേഹവും ഇന്ദ്രിയങ്ങളും ഒക്കെ അതിനകത്ത് നമ്മൾ ഉറക്കത്തിൽ കിടക്കണ പോലെ അങ്ങനെ കിടക്കും. മരിച്ചു കഴിയുമ്പോഴും അതുണ്ടാവുന്നതാണ്. അപ്പോൾ ഉണർന്നിരിക്കുന്ന മനസ്സ് ഈ അറിവിനെ നല്ലവണ്ണം സ്വാംശീകരിക്കാതെ മെഡിറ്റേഷൻ. നമ്മൾ ഋഷികേശിലൊക്കെ പോകുമ്പോൾ ധാരാളം യോഗ ടീച്ചറിനെ കാണും. ഇങ്ങനെ ഗംഗക്കരയിലിരിക്കും, ഇങ്ങനെ ഒരുപാട് നേരം ഇരിക്കും അവിടെ. അപ്പോൾ പല തമാശകളും വൈകുന്നേരം ആകുമ്പോൾ കാണും. യോഗ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് ഒരു വീഡിയോഗ്രാഫറും ഉണ്ടാവും കൂടെ. എന്നിട്ട് അവരിങ്ങനെ ഇരിക്കും. ശരിയായോ നോക്കൂ. ആ വീഡിയോഗ്രാഫർ പറയും ഇനി ഇങ്ങനെ ശരിയായി, ഇങ്ങനെ ഇരിക്കും എന്ന് പറയും. എന്നിട്ട് ഇവർ മെഡിറ്റേഷൻ ചെയ്യണതിന് അയാൾ വീഡിയോ എടുക്കും. ഇതൊക്കെ യൂട്യൂബിൽ വന്നിട്ട് കൊച്ചിയിലെ ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് അവരും അങ്ങനെ കൊതുക് കടിക്കണം, ഇരുന്ന് നോക്കും. അപ്പോൾ ഇതൊക്കെ കാണാം അവിടെ. ധ്യാനം ആദ്യത്തെ പടി പറഞ്ഞത് യമം. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇതില്ലാതെ ആരംഭിക്കാനേ പറ്റില്ല എന്ന്. സാർവഭൗമാ മഹാവ്രതം, ഈ ഒരു ക്വാളിഫിക്കേഷനിൽ ആരും ഒഴിച്ചുവിടപ്പെട്ടിട്ടില്ല എന്നാണ് പതഞ്ജലി പറയുന്നത്. രണ്ടാമത്തത് പറഞ്ഞു, രണ്ടാമത്തത് നിയമം. ശൗചം, സന്തോഷ, തപ, സ്വാധ്യായ, ഈശ്വര പ്രണിധാനം. ഇതിൽ കുറച്ച് റിലാക്സേഷൻ കൊടുത്തു ചില കാര്യങ്ങളിൽ. യമാൻ അഭീക്ഷ്ണം സേവേത നിയമാനുമത്പരഃ ക്വചിത്. ഈ നിയമങ്ങളിൽ ചിലതൊക്കെ, ഇപ്പോൾ കുളിക്കുക, അതൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ചെയ്യണ പോലെ ഹിമാലയത്തിൽ പോയി ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കുറച്ച് റിലാക്സേഷൻ കൊടുത്തു. പക്ഷെ ഇത് രണ്ടുമില്ലാതെ ഒരാൾക്ക് യോഗം സിദ്ധിക്കില്ല എന്ന് പറഞ്ഞു. ഇതാണ് യോഗത്തിൻ്റെ വഴി. ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ വേണം. ജ്ഞാനത്തിലും ഇതൊക്കെ വന്നിട്ട് ആത്മവിദ്യ കൂടെ വരണം അവിടെ. അവിദ്യ നീങ്ങണം. ഇതൊക്കെ യോഗവും വേദാന്തമൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അത് വെറുതെ സിദ്ധാന്തത്തിൽ നമ്മൾ ഓരോന്ന് പറയും, അത്രേ ഉള്ളൂ. ഈ ശരീരാദികളിൽ നിന്ന് വ്യതിരിക്തമായ ശുദ്ധ ചൈതന്യത്തിനെ കുറിച്ച് കേൾക്കണം, മനനം ചെയ്യണം, അറിയണം. അറിഞ്ഞിട്ട് ആ പ്രാജ്ഞനായ വിവേകിയാണ് ഇപ്പോൾ സംയമം ചെയ്യാൻ പുറപ്പെടുന്നത്. അതാണ് ഇവിടെ യമധർമ്മൻ പറഞ്ഞത്. യമൻ വലിയ സംയമിയാണ്. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, യമസംയമതാമഹം. ചിത്തസംയമമുള്ള ആള്. നമ്മളെയൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് സംയമം വേണം. വിളിച്ച എളുപ്പത്തിലൊന്നും പോരില്ല. ഒന്നും വിട്ടിട്ട് പോകാൻ റെഡിയല്ല അവിടുന്ന്. അതാണ് ഇത്ര വിഷമം വരണത്. ഇവിടെ വൈദ്യലിംഗ ശർമ്മ മാഷ് പറയും, പൊടിടപ്പി പോലും വിടാൻ തയ്യാറല്ല എന്ന്. അപ്പോൾ അത്ര കണ്ട അറ്റാച്ച്മെൻ്റാണ് ഇവിടുത്തെ വിഷയങ്ങളിൽ. അപ്പോൾ വിളിച്ചാൽ ഒന്നും പോരില്ല. അപ്പോൾ യമസംയമതാമഹം. വളരെ വളരെ വലിയ യോഗിയാണ് യമൻ. ഋഷിയാണ്, ജ്ഞാനിയാണ്, എല്ലാമാണ്.
അപ്പം ആ യമധർമ്മനാണ് പറയണത്, ഇന്ദ്രിയങ്ങളെ, വാക്കുകൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ അടക്കുക. ധ്യാനത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഏകാന്തത്തിൽ നിശ്ചലമായിട്ട് ഇന്ദ്രിയ വ്യാപാരങ്ങളെ കഴിയുന്നതും കുറച്ചിട്ടിരിക്കും. കണ്ണ് അടയ്ക്കാം, ചെവി അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? ചെവി ശബ്ദം കേൾക്കും. അപ്പം ചെവിയിൽ പ്ലഗ് വയ്ക്കുന്ന പരിപാടിയുമുണ്ട്. ഇപ്പം ചില ആളുകളൊക്കെ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ചെവിയിലൊക്കെ ഓരോന്ന് വയ്ക്കും. തിരുവണ്ണാമലയിൽ ഭഗവാൻ രമണ മഹർഷിയുടെ കാലത്ത് ഒരു ജർമ്മൻ ആളുണ്ടായിരുന്നു. അയാൾ മലയുടെ മുകളിലൊരു ഗുഹയിൽ ധ്യാനിക്കും. അപ്പം അയാൾക്കൊരു ടെലഗ്രാം വന്നിട്ട് ഇവർ മുട്ടി വിളിക്കുക, അയാൾ ആ വാതിലേ തുറന്നില്ല. അപ്പോൾ ഭഗവാൻ അവിടെ വരുമ്പോൾ പറഞ്ഞു, കുറേ നേരമായി ഞങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കണം, തുറക്കണില്ല. അപ്പം തുറക്കും, ഞാൻ വരുന്ന സമയം അയാൾക്കറിയാം, തുറക്കും. തുറന്നപ്പോൾ അയാൾ ചെവിയിൽ നിന്ന് 2 എടുത്തു. എന്താണെന്ന് വെച്ചാൽ ഈ കാട്ടിൽ കിട്ടുന്ന ഒരു മരത്തിൻ്റെ പാല്, ആ പാല് നല്ലവണ്ണം ഉണക്കി റബ്ബർ പോലെ ആക്കിയിട്ട് ഇവിടെ അങ്ങോട്ട് ഫിറ്റ് ചെയ്താൽ ഒരു ശബ്ദം കേൾക്കില്ല. അത് അയാൾ ചെവിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ധ്യാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലെങ്കിൽ അടുത്ത സിനിമ കൊട്ടായി നോക്കും, പാട്ടൊക്കെ കേൾക്കും. അപ്പോൾ യക്ഷേദ് വാങ് മനസ്സി പ്രാജ്ഞ. അതുപോലെ ചെവി, കണ്ണ്, മൂക്ക് എല്ലാം പതുക്കെ ഇന്ദ്രിയ വ്യാപാരങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ നിർത്തുക എന്ന് വെച്ചാൽ മനസ്സിൽ അതിൻ്റെ വിളയാട്ടം നമ്മളപ്പോൾ കാണും. കണ്ണടച്ചാലും കാണണു, എന്തൊക്കെയോ മനസ്സ് സംസാരിക്കണു, മനസ്സാരെയൊക്കെയോ കൊണ്ടുവരണു. ആ മനസ്സിൽ ചിത്തവൃത്തി രൂപത്തിൽ ഇരിക്കട്ടെ. ആദ്യത്തെ സ്റ്റെപ്പ് ആസനം ആണ്. സിറ്റ്, ദെൻ ദ മൈൻഡ് വിൽ സിറ്റ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു വിധത്തിൽ ഭക്തിയിലൊന്നും നമുക്കിത് വലിയ പ്രധാനമല്ല. പക്ഷേ ധ്യാനം എന്ന് ആരംഭിക്കുമ്പോൾ ഇരിക്കുക. ഇപ്പോൾ ബുദ്ധമതത്തിൽ അത് അവർക്ക് വളരെ പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് അവർ ആദ്യം ഒരു സ്റ്റെപ്പ് പറയും, സസീൻ എന്ന് പറയും അവർ. അത് ആസനസ്ഥരാവുക, മിണ്ടാതിരിക്കുകയാണ്. എല്ലാവരെയും ഇരുത്തും, ധ്യാനിക്കൊന്നും വേണ്ട, അനങ്ങാതെ ചലിക്കാതെ ഇരിക്കണം. ആ മാസ്റ്റർ കയ്യിലൊരു ചൂരലും കൊണ്ട് ഇങ്ങനെ നടുവിൽ നടക്കും. എന്നിട്ട് ആരെങ്കിലുമൊക്കെ അനങ്ങിയ ഒറ്റ ഫ്ലാഷാണ്. അപ്പോൾ തുടങ്ങിയാലോ നമുക്ക്? അങ്ങനെ അനങ്ങാതെ ഇരിക്കാനുള്ള ട്രെയിനിങ് ആണ്, അച്ചലമായിട്ട് ഇരിക്കാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും പല വെസ്റ്റേണേഴ്സൊക്കെ തിരുവണ്ണാമലയിൽ വരുന്നത്. നമ്മൾ കാണാം, എല്ലാ അമേരിക്കക്കാരും ലണ്ടനിൽ നിന്നും യൂറോപ്പിൽ നിന്നൊന്നും വരില്ല, വളരെ കുറച്ച് പേര്. അവർ പലരും നമ്മളോടൊക്കെ വന്ന് ചോദിക്കുമ്പോൾ കാണാം, അവർ ഒരുപാട് വർഷത്തെ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ, ഈ യോഗ നല്ല ജീവൻ എന്തൊക്കെയോ പരിശ്രമിച്ചിട്ടാണ്. നമ്മുടെ ആളുകളാണ് ഇപ്പോഴും മകള് കല്യാണം കഴിയണം, മകന് കല്യാണം കഴിയണം, ജോലി കിട്ടണം. ഇതൊക്കെ സത്സംഗത്തിലാണോ എന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഒക്കെ കൂടെ മിക്സ്ചറാണ് നമുക്കിവിടെ. അവർ പലരും വരുമ്പോൾ ഒരുപാട് പല സ്ഥലത്തും പോയി ഒക്കെ കഴിഞ്ഞിട്ട് വരും. അവർക്ക് പാവം അവരുടേതായ സ്റ്റാൻഡേർഡ്. നമ്മുടെ ആളുകൾക്ക് ഒരുപാട് സംസ്കാരമുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, എളുപ്പത്തിൽ സാധിക്കും. അവർക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ, വേറെ വിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ പക്ഷേ ഇതൊക്കെ അവർ സാധിച്ചെടുക്കും. ഈ ഫിസിക്കൽ സ്റ്റെബിലിറ്റി, നിശ്ചലമായിട്ട് ഇരിക്കാനുള്ള ട്രെയിനിങ്, ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അത് ഒരു ഫിസിക്കലി ഒരു അചലമായിട്ടിരിക്കുക. പക്ഷേ അപ്പം കാണും നമ്മൾ എന്തിനെയൊക്കെ പുറമേക്ക് വിട്ടോ എല്ലാം ഉള്ളിലുണ്ട്. ഇന്ദ്രിയങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചു കണ്ണടച്ച കാര്യം കഴിഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പം കുറച്ചുകൂടെ തെളിച്ചമായിട്ട് ഉള്ളിൽ കാണുന്നു. ചെവി അടച്ചാൽ കുറച്ചുകൂടെ നല്ലവണ്ണം ഉള്ളിൽ കേൾക്കാം.
മനസ്സുകൊണ്ട് നല്ലവണ്ണം മണക്കാം, മനസ്സുകൊണ്ട് തൊടാം, എല്ലാം മനസ്സിൽ നടക്കണം. മനസ്സിൽ തന്നെ പലവിധ ദൃശ്യങ്ങളുണ്ടാവുന്നു. തദ്യച്ഛേത് ജ്ഞാന ആത്മനി, അപ്പോഴാണ് വിജ്ഞാനം, ഉള്ളിൽ അറിവ് കൊണ്ട് ആ മനസ്സിലുള്ള സങ്കല്പത്തിന് സാക്ഷിഭാവം കൊണ്ട് ഉള്ളിൽ ഈ ചിത്തവൃത്തികളൊക്കെ ആർക്ക് വരുന്നു. പല പല മെത്തേഡ്സ് ഉണ്ട്, പലവിധ ഉപായങ്ങളുണ്ട്. ചിലപ്പോൾ നിത്യനിരന്തര ജപം കൊണ്ട് തന്നെ കുറച്ച് ശാന്തമാവും. പക്ഷെ അത് പോരാ. അവസാനം ഏകചിന്തനാത് നാശമിത്യതഃ. പതഞ്ജലി യോഗസൂത്രം തന്നെ ഏകതത്വഘനാഭ്യാസം എന്നാണ് പറയുന്നത്, ഏകതത്വാഭ്യാസം. അപ്പോൾ അത് വളരെ സൂക്ഷ്മ വിഷയം എങ്കിലും നമ്മൾ പലവട്ടം പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ചിത്തവൃത്തികൾ ഉള്ളിൽ വരുമ്പോൾ ഈ വൃത്തികളൊക്കെ ആർക്ക് വരണു? എനിക്ക് വരണു. എനിക്കാണ് ഈ ചിത്തവൃത്തികൾ വരുന്നത്. അപ്പോൾ വൃത്തികളുടെ പുറകെ പോവാതെ ഈ ചിത്തവൃത്തികൾക്ക് പുറകിലുള്ള ചിത്ത്, ഈ ഞാൻ ആരാണ്, ഇതിന് പുറകിലുള്ള ഈ ചൈതന്യം, ആ സ്വരൂപം എന്താണ് എന്ന് ശ്രദ്ധയെ അതിലേക്ക് തിരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ അറിവ് വിചാരവും വിട്ട് ജ്ഞാനമാത്മനി മഹതി നിയച്ഛേത്, തച്ച ജ്ഞാനം ബുദ്ധിം ആത്മനി മഹതി പ്രഥമജേ നിയച്ഛേത് എന്ന് വെച്ചാൽ അവിടെ ആ വെറും ഇരുപ്പ് മാത്രമായിട്ടുള്ള തൻ്റെ മഹത്തത്വമെന്ന് പറയുന്നു നമ്മുടേത്. ആ ഞാൻ എന്ന അനുഭവസ്വരൂപം അതിലേക്ക് ഇരുത്തു. തച്ച മഹാന്തമാത്മാനം യച്ഛേത് ശാന്തേ സർവവിശേഷ പ്രത്യസ്തമിത സ്വരൂപേ. ജ്ഞാനമാത്മനി മഹതി നിയച്ഛേത് തദ്യച്ഛേത് ശാന്ത ആത്മനി. പെട്ടെന്ന് നമ്മൾ പറയുന്നു, ലോങ് ഇയേഴ്സ് ഓഫ് ദീർഘകാല നൈരന്തര്യ സാധനയാണ്. അപ്പോൾ ആ മഹത്തിലിരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ജ്ഞാനാത്മാവിൻ്റെ മണ്ഡലം തന്നെ വലിയ കാര്യമാണ്. വിജ്ഞാനം യജ്ഞം തനുതേ. അത് കഴിഞ്ഞാൽ ആ ഇരുപ്പ് മാത്രമായ തൻ്റെ സ്വരൂപം, ആ സെൻറ്റേർഡായിട്ടുള്ള സ്റ്റേറ്റ്, അത് കഴിഞ്ഞാലോ അതിലൊരു എഫർട്ട് ഉണ്ടല്ലോ, അതും കഴിഞ്ഞ് ശാന്ത ആത്മനി, നിർവിശേഷമായ ശാന്തി, കർത്തൃത്വ ഭോക്തൃത്വമില്ലാത്ത ശാന്തമായ സ്വരൂപത്തിൽ അവിക്രിയേ സർവാന്തരേ സർവബുദ്ധിപ്രത്യയ സാക്ഷിണി. എല്ലാ ബുദ്ധിക്കും അപ്പുറം. ഇവിടെ സാക്ഷി എന്നൊക്കെ പറഞ്ഞുവെങ്കിലും സുഷുപ്തിവത് അപ്രതർക്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇന്നതെന്ന് പറയാൻ വയ്യാത്ത പൂർണ്ണത, ആ ശാന്തി, മൗനം, ആ നിർവിശേഷമായ സ്ഥിതി, എഫേർട്ട്ലെസ് സ്റ്റേറ്റ്, അതിൽ എത്ര നേരം ഇരിക്കാൻ സാധിക്കുമോ ഇരിക്കൂ. ശാന്തമായിട്ടിരിക്കും. തൂഷ്ണീം ഭവേത്, ഭാഗവതം പറയാ, ധ്യാനമൊക്കെ പറഞ്ഞുകൊണ്ട്, തൂഷ്ണീം ഭവേത് നിജസുഖാനുഭവോ നിരീഹ. ഒരു ഡിസയർ ഒന്നുകൊണ്ടും അഫക്റ്റഡ് ആവാതെ ബി സ്റ്റിൽ, നിശ്ചലമായിട്ടിരിക്കും. നിജസുഖാനുഭവോ, ആത്മസുഖാനുഭവത്തിൽ, മൗനത്തിൽ, നിർവിശേഷമായ ആ സ്ഥിതിയിൽ, ശാന്ത ആത്മാവിൽ, ശാന്തമായ ആത്മസ്വരൂപത്തിൽ ഇരിക്കുക. ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റും. അതാണ് നിധിധ്യാസനം. നിധിധ്യാസനം ഭഗവാൻ രമണ മഹർഷിയോട് ചോദിച്ചു ഒരു ഭക്തൻ, പല ആസനകൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഭഗവാന്റെ അഭിപ്രായത്തിൽ ഉത്തമമായ ആസനം എന്താണെന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു നിധിധ്യാസനം എന്നുവെച്ചാൽ ആത്മാവിലാണ് ആസനം, അല്ലാതെ ശരീരത്തിൻ്റെ ആസനമല്ല. ആത്മസ്വരൂപത്തിലിരിക്കലാണ്, അബൈഡിങ് ഇൻ ദ സെൽഫ്. തഥാ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം. സ്വരൂപത്തിലിരിക്കലാണ് ആസനം. തന്നിൽ താനായിരിക്കലാണ് ഉത്തമാസനം. അപ്പോൾ അതിന് ആരംഭപടിയാണിതൊക്കെ. ഓരോന്നോരോന്നായിട്ട്
ഫിസിക്കൽ ലെവലിൽ നിന്നും സെറ്റിൽ മോസ്റ്റ് പ്ലെയിൻ. ഹഠയോഗ സാധനങ്ങളൊക്കെ പോലും യോഗികൾ ചെയ്യുന്നത് എന്തിനാ? ഈ ഇന്ദ്രിയങ്ങൾ പലവിധ ദോഷങ്ങളിൽ പെട്ട് കിടക്കും. അപ്പം അതിന്നൊക്കെ അതിനെ ഒന്ന് നിവർത്തിപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് വഴങ്ങില്ല, അതിനെ നിവർത്തിപ്പിച്ചെടുക്കാനാണ് അതൊക്കെ. അല്ലാതെ അതൊന്നും ഫിസിക്കൽ വെൽബീയിങ്ങിന് മാത്രമല്ല. അത് അവിടുന്ന് പതുക്കെ ഇന്ദ്രിയതലത്തിൽ നിന്ന് മനസ്സ്, പ്രാണൻ എന്ന് പറയുന്നത് ഇതൊക്കെ പ്രാണൻ തന്നെയാണ്, എല്ലാം പ്രാണൻ്റെ മണ്ഡലമാണ്. വൈദികമായി പറഞ്ഞാൽ ഇത്ര പേരുകളൊന്നും പഠിക്കാനില്ല. വേദം സിംപ്ലിഫൈ ചെയ്തു ഹോൾ തിങ്. ഒന്ന് ആത്മ, രണ്ട് പ്രാണൻ, കഴിഞ്ഞു. മനസ്സ്, ഇന്ദ്രിയങ്ങളൊന്നും പേരൊന്നുമില്ല. സപ്തപ്രാണാഃ പ്രഭവന്തി തസ്മാത് സപ്താക്ഷുഷഃ സമിധഃ സപ്തജിഹ്വാ സപ്തയുമേ ലോകാ യേഷു ചലന്തി പ്രാണാ ഗുഹാശയാ നിഹിതാഃ സപ്ത സപ്ത. ചിത്തവൃത്തികളൊക്കെ പ്രാണനായിട്ടാണ് ശ്രുതി പറയുന്നത്. ഇന്ദ്രിയങ്ങളൊക്കെ പ്രാണനാണ്. ഇന്ദ്രിയങ്ങൾക്ക് പ്രാണൻ. പ്രാണൈഹി ഓതം ചിത്തം. അപ്പം ഇതൊക്കെ പ്രാണനാണ്, എനർജിയാണ്. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് പ്രാണനാണ്, മനസ്സെന്ന് പറയുന്നത് പ്രാണനാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുക. ശക്തി ശിവം എന്ന് പറയണ പോലെ. ശിവം എന്നുള്ളത് ആത്മാ, ബാക്കിയൊക്കെ ശക്തിയാണ്. അതിനെ ആ സത്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആൾക്ക് വേണ്ടിയുള്ള മന്ത്രമാണത്. അപ്പം ഇതല്ലാതെ ഇനി വേറെ പണിയില്ല അയാൾക്ക്. ബാക്കിയൊക്കെ അതിനനുസരിച്ച് അയാൾ തട്ടിക്കൂട്ടിക്കൊള്ളും. അയാളെ ഇന്ദ്രിയ നിഗ്രഹത്തിനായി ആസനസ്ഥനാവുമ്പോൾ അതിന് സമയമില്ലെങ്കിൽ സമയം ഉണ്ടാക്കണം. സമയം എങ്ങനെ ഉണ്ടാക്കും? അപ്പോൾ ഓർത്തോളം, സമയത്തിനെ എന്തൊക്കെയാണ് തിന്നുന്നത് എന്ന് കണ്ടുപിടിക്കണം. അതിനെ ഉപേക്ഷിക്കുകയാണ്. ഇതിന് പേരാണ് സന്യാസ യോഗാത് യതയ ശുദ്ധസത്വാഹ. സന്യാസ യോഗമാണ്, സന്യാസമല്ല. ബാഹ്യമായി കാഷായമോ മുട്ടയടിച്ച് സന്യാസമൊന്നും വേണ്ട. സന്യാസ യോഗം എന്ന് വെച്ചാൽ എന്തെന്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടോ അതിന്നൊക്കെ പതുക്കെ പതുക്കെ വിഡ്രോ ചെയ്യും. മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടണില്ല, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് സമയം വേസ്റ്റാക്കണില്ല. ഇതൊക്കെ ഇതിന് അനുകൂലമായ സാധനങ്ങൾ. ഹിംസാബുദ്ധിയില്ല. ആവുന്നത്ര ബ്രഹ്മചര്യാദി സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കും. എത്ര കണ്ടു പറ്റുമോ? ഗൃഹസ്ഥന്മാരാണെങ്കിലും ഒക്കെ തന്നെ സത്യനിഷ്ഠയോടുകൂടെ ഇരിക്കണു. അപ്പം ചിത്തവൃത്തി ഉണ്ടാവില്ല. കള്ളം പറഞ്ഞാൽ ചിത്തവൃത്തി ഉണ്ടാവും, പേടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റർ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ തന്നെ ചിത്തവൃത്തികൾ ഇല്ലാതിരിക്കുക എന്നൊരു സൈൻ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. ആരെങ്കിലും വെറുത്ത ഒരുപാട് ചിത്തവൃത്തികളുണ്ടാവും. അസൂയ വന്നാൽ ചിത്തവൃത്തികളുണ്ടാവും. ഹിംസാബുദ്ധി ഉണ്ടെങ്കിൽ ചിത്തവൃത്തികളുണ്ടാവും. അഹങ്കാരം വരുമ്പോൾ ചിത്തവൃത്തികളുണ്ടാവും. മമത കൊണ്ട് ചിത്തവൃത്തികളുണ്ടാവും. അല്ലാതെ ഭാര്യ, കുട്ടികൾ, കുടുംബം ഇതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കും. അരുണഗിരിനാഥരുടെ ഒരു പാട്ടുണ്ട് കന്ദരനുഭൂതിയിൽ, ചിന്താകുലം എന്നാണ് പറയുന്നത്. എന്നൊരു പാട്ട്, ഇല്ലൊട് സെൽവമെന്ന്. അത് വലിയ അടവി എന്നാണ്, കാട്. അതൊന്ന് ഞാൻ എപ്പോൾ കിടക്കും എന്നാണ്. ചിന്താകുലം ഉണ്ടാക്കുകയാണ്. എൻ്റെ വീട് അല്ലേ, അല്ലാതെ ആരെങ്കിലുമൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും ഇപ്പോൾ പോകുന്ന വഴിയിൽ കാണുന്ന ഒരു വീട്. YNP ട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് വിഷമിക്കുമോ? അത് അപർണയുടെ തലയിലെഴുത്താണ്. അതിപ്പോൾ ഇവിടെ വന്നിട്ട് പോണ ആളുകൾ സുഖമായി സത്സംഗം കേട്ടു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഉപ്പ് പോരാ, മുളക് പോരാ, എന്തെങ്കിലുമൊക്കെ കമൻ്റ് അടിച്ചിട്ട് പോവാം അല്ലേ. അപ്പോൾ അതിൽ ചിന്തിക്കൊന്നുമില്ല. ചിന്തിക്കണതൊക്കെ ആരാണോ അത് എൻ്റെയാണെന്ന് ധരിക്കണത് അവരാണ്. അപ്പോൾ ചിലരൊക്കെ പാഠവുണ്ടാവും. അവരെല്ലാം വെച്ചുകൊണ്ട് എൻ്റെന്നൊന്നും ധരിക്കില്ല, ചിന്തിക്കില്ല, അതിനെക്കുറിച്ചൊന്നും വിഷമിക്കില്ല. അങ്ങനെ ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ടാവും. അവർക്കിതൊന്നും പ്രശ്നമല്ല. അവർക്കിതൊന്നും ധ്യാനത്തിന് ഭംഗം ചെയ്യില്ല. അവർ വളരെ
ലാഘവത്തോടുകൂടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കിതൊന്നും അവരെ ബാധിക്കില്ല. അത്രയ്ക്കധികം ഡിറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകൾക്ക് കുഴപ്പമില്ല. അത്രയും ഡിറ്റാച്ച്മെൻറ്റ്, നിസ്സംഗത ഉണ്ടെങ്കിൽ അവർക്ക് ചിത്തവൃത്തികളൊന്നും ഉണ്ടാവില്ല. എത്ര വലിയ കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. അവർക്ക് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ട്. അല്ലെങ്കിൽ പ്രശ്നം എന്താ? ഇതൊക്കെ ഇറ്റ് മേക്സ് യു തിങ്ക്, പ്രൊഡ്യൂസ് തോട്ട്സ്, നോട്ട് ഈവൻ തിങ്ക്. ഇറ്റ് മേക്സ് യു പ്രൊഡ്യൂസ് തോട്ട്സ്, മീനിങ്ലെസ് തിങ്കിങ്, എക്സോഷൻ. ഊർജം ആ വഴിക്ക് ഇങ്ങനെ ചെതറിപ്പോവും. അപ്പോൾ അതൊക്കെയാണ് പതുക്കെ ആ മണ്ഡലങ്ങളൊക്കെ അപ്പം നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെയാണ് ശാന്തിക്ക് ഭംഗം വരണത്? അതിന് വിട്ടു. ശാന്തിക്ക് ഭംഗം വരണത് അതിൽ നിന്ന് നിസ്സംഗമായി. വിട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിസ്സംഗമായി അതിനെ നിസ്സംഗമായിട്ട് തീർന്നു. അതാണ് യച്ഛേത്, നിയച്ഛേത് എന്ന് പറയുന്നത്. നിയമനം, സംയമനം. അങ്ങനെ മനസ്സിനെ ഉദാസീനഭാവം കൊണ്ട് ശാന്തപ്പെടുത്തുകയാണ്. അങ്ങനെ എന്നിട്ടാണ് ആത്മധ്യാനത്തിലേക്ക് വണ്ടി ഓടിക്കണത് ഉള്ളിൽ. അപ്പോൾ ഉള്ളിൽ ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ, ബുദ്ധി, മഹത്തത്വം എന്നുള്ളത് സ്പെഷ്യലായിട്ട് ഇവിടെ പറയണു. അതിനുശേഷം അവ്യക്തം എന്നൊരു അവ്യാകൃത പ്രകൃതി എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഉള്ളിൽ ഒരു ഒന്നുമില്ലാത്തൊരു ശൂന്യത പോലെ ഒരു പ്രതീതി. അവിടെയാണ് പലർക്കും തോന്നും ബുദ്ധമതമാണ് കറക്റ്റ് എന്ന് തോന്നും. എന്താണെന്ന് വെച്ചാൽ ശൂന്യത, ഒന്നുമില്ല, ശൂന്യം. ശൂന്യത്തിനാണോ ഇപ്പം ഇത്രയും യാത്ര ചെയ്തത്? ഇത്രയും ട്രാവൽ ചെയ്ത് ഉള്ളിൽ പോയതെന്തോ ഇല്ല. പുരുഷാന്നപ്പരം കിഞ്ചിത് സാ കാഷ്ഠാ സാപരാഗതി. ശ്രുതി പറഞ്ഞു, പെനട്രേറ്റ് ബിയോണ്ട് ദാറ്റ്, ഗോ ബിയോണ്ട് ദാറ്റ്. അതിനും അപ്പുറം അസത്താസാമാന്യമായ വസ്തു, പൂർണ്ണത, ശാന്ത ആത്മ, ശാന്തി, നിർവിശേഷമായ ശാന്തി, നിർവാണം. ബുദ്ധൻ്റെയും ഉപദേശമൊക്കെ അത് തന്നെയാണ് ശരിക്കും. നിർവാണം എന്നാണല്ലോ പേര്. ശാന്തി, നിർവാണാഖ്യാ പരാശാന്തി. ആ ശാന്തിയാണ് ആത്മാവിൻ്റെ സ്വരൂപം. ആ ശാന്തിയെ കുറച്ചു നേരം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ധ്യാനം, സമാധി. എഫേർട്ട്ലെസ് ആയിട്ട് അതിലിരിക്കുന്നത് സമാധി. പിന്നെയും എഴുന്നേൽക്കുമ്പോൾ പോകും, വീണ്ടും മനസ്സുണരും. പക്ഷേ 1-2 പ്രാവശ്യം ആ ശാന്തിയിലേക്ക് കൊണ്ട് മുക്കിക്കഴിഞ്ഞാൽ മനസ്സിനതിൻ്റെ ടേസ്റ്റ് അറിയും. ശരിക്കും ഇതാണ് ഗംഗാസ്നാനമെന്ന് ശങ്കരാചാര്യർ പറയണം. ഇങ്ങനെ പുറമേ നിന്ന്, ഡിസ്ട്രാക്ഷനിൽ നിന്ന് മനസ്സിനെ വിഡ്രോ ചെയ്ത്, ഉപരമണം ചെയ്ത് ഹൃദയസ്ഥമായ നിശ്ചലതയിൽ ആ ബുദ്ധിയെ മുക്കുന്നതാണ് ഗംഗാസ്നാനം. മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവർയാ മണികർണികാച ജ്ഞാനപ്രവാഹ വിമലാതിഗംഗാ സാ കാശികാഹം നിജബോധരൂപ. ആ കാശിക ഞാനാണ്, പ്രകാശിക്കുന്ന വസ്തു, നിജബോധം, ആത്മാവ്. അതിലേക്ക് നിത്യനിരന്തരമുള്ള ധ്യാനപ്രവാഹമാണ് ഗംഗ എന്ന് പറഞ്ഞു. ജ്ഞാനപ്രവാഹ വിമലാതിഗംഗ സാ കാശികാഹം നിജബോധരൂപ. അങ്ങനെ കുറച്ചു നേരം ആ ധ്യാനസുഖം, സമാധിസുഖം ഉണ്ടാവും. വീണ്ടും വ്യവഹാരത്തിൽ വരുമ്പോൾ പോകും. പക്ഷേ കുറേ ദിവസം വീണ്ടും 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 ആ നിധിധ്യാസനത്തിൽ ഇരുത്തി കഴിയുമ്പോൾ വ്യവഹാരത്തിൽ വരുമ്പോഴും അതിൻ്റെ കുറച്ച് രുചി, അതിൻ്റെ ടേസ്റ്റ് യു വിൽ ക്യാരി എവരിവെയർ. അങ്ങനെ കുറേ കാലത്തെ അഭ്യാസത്തിൻ്റെ ഫലമായിട്ട് നിരന്തരാഭ്യാസ
നിതാന്തഭദ്ര സാജൃംഭതേ യോഗിനി യോഗനിദ്ര എന്ന് പറഞ്ഞു. യോഗനിദ്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്യേണ്ട, അതല്ല, അത് വെറും റിലാക്സേഷനാണ്. യോഗതാരാവലിയിൽ ശങ്കരാചാര്യർ പറഞ്ഞു, ഈ ആത്മജ്ഞാനസ്ഥിതി നിദ്ര പോലെ സഹജമായിട്ട് തീരുന്നതാണെന്ന് വെച്ചാൽ, നിദ്ര നമ്മളുടെ കൺട്രോളിലില്ലല്ലോ. നിദ്ര ഇങ്ങനെ വരണ പോലെ തന്നെ ഈ സമാധി ജൃംഭത്തെ, സംവിന്മാത്രമായ ചൈതന്യസ്ഥിതി അയാൾക്ക് സഹജമായിട്ട് തീരുന്നു. പിന്നെ വ്യവഹരിക്കുമ്പോഴും പോകില്ല, അത് വളരെ ഉയർന്ന അവസ്ഥ. ഒത്തിരി നേരം ചിലരൊക്കെ പറയണു, സ്വാമി രാവിലെ കുറച്ച് നേരം കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നുണ്ടല്ലോ, ഉടനെ എന്തിനാ അങ്ങോട്ട് തലയ്ക്ക് കയറാൻ നിൽക്കണത്? ഒരു സ്പൂൺ പ്രസാദം കിട്ടിയാൽ പോണില്ലേ? ഇത്രയും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ വിനയത്തോടെ ഇരിക്കണം അധ്യാത്മ ജീവിതത്തിലും. നമ്മളുടെ യോഗ്യതയ്ക്ക് ഇത് തന്നുവല്ലോ ഭഗവാൻ, സമാധാനം, സന്തോഷം, അതിലും സന്തോഷിക്കണം. ഒരു അരമണിക്കൂർ 10 മിനിറ്റ് കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇതെങ്കിലും നടക്കട്ടെ ജീവിതത്തിൽ. ഉടനെ അങ്ങനെ ഞാൻ ശുഖബ്രഹ്മ മഹർഷി, രമണ മഹർഷി ആകണമെന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ വീട് പോകും, നിങ്ങളുടെ കുടുംബം പോകും, കോണ കൊടുത്ത് നടക്കേണ്ടി വരും. റെഡിയാണെങ്കിൽ കിട്ടും. അയ്യോ അത് പറ്റില്ല, അതുകൊണ്ട് തന്നെയാണ് കിട്ടാത്ത. ഭഗവാന് കരുണയുണ്ട്, അറിയാം നിങ്ങൾക്ക് എത്ര യോഗ്യതയുണ്ടെന്ന് അറിയാം. നിങ്ങളുടെ യോഗ്യതയ്ക്ക് എത്ര തരണോ അത്ര തരും, അത്രയും മതി. അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും. ഞങ്ങളുടെ അവിടെ കുളത്തിൽ ആനയെ കുളിപ്പിക്കായിരുന്നു ഒരിക്കൽ, വളരെ വർഷങ്ങൾ മുമ്പ്. അപ്പോൾ ഈ അഗ്രഹാരത്തിലൊരു കുട്ടി പോയിട്ട് ഒരു പഴം ഇങ്ങനെ, ആനയ്ക്ക് ചങ്ങലയിട്ടിട്ടില്ല, വെറുതെ ഇങ്ങനെ കാണിച്ചു, ബാ ബാ എന്ന് വിളിച്ചു. ആന പുറകെ പോന്നു. എന്നാൽ പഴം ഇട്ടിട്ട് ഓടിയാൽ വേണ്ടില്ലേ, പഴവും കൊണ്ട് ഓടി ആന പുറകെ ഓടും. ഇയാൾ ഓടലും ഗ്രാമം മുഴുവൻ ഓടി. ഇതുപോലെ വിളിക്കുന്നത് വളരെ വലിയ കാര്യമാണ്. അത് വന്നാൽ സ്വീകരിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം. ഇല്ലെങ്കിൽ ഭഗവാൻ എത്ര തരണോ അത്ര സന്തോഷം, ഏത് ലെവലിലേക്ക് തരണോ ആ ലെവലിലേക്ക് ഓക്കെ. ഒരു മീഡിയോക്കർ സ്പിരിച്വാലിറ്റി അത്ര കണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് വളരെ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ സവിശേഷതകളൊക്കെ വരും. പ്രതിദിനം സന്ധ്യാവന്ദനം ചെയ്യാൻ കഴിയുന്നവരെ കുറിച്ച് തന്നെ പറയും. വളരെ അത് മതി, 3 നേരം ആ സമയമാകുമ്പോൾ 3 നേരം അനുഷ്ഠാനത്തിന് ഇരിക്കാം. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സമയമൊക്കെ സമാധാനമായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ സമാധാനക്കേടുണ്ടെങ്കിലും അത് ആ സമയത്ത് പോയി പോകും. യദന്നാത് കുരുതേ പാപം തദന്നാത് പ്രതിമുച്യത്തെ, യദ്രാത്ര്യാ കുരുതേ പാപം തദ്രാത്ര്യാ പ്രതിമുച്യത്തെ. രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ പാപം, ദോഷം, ഉള്ളിൽ വാസനകൾ പൊന്തി വന്നാൽ അതൊക്കെ പ്രാതസന്ധ്യ ആവുമ്പോൾ കഴിഞ്ഞു പോകും. പകലെന്തെങ്കിലുമൊക്കെ വരുന്നത് അത് മാധ്യാഹ്നികം കൊണ്ടുപോകും, വൈകുന്നേരം കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 നേരത്തെ ധ്യാനം, 3 നേരത്തെ അനുസന്ധാനം ഉള്ളിലുണ്ടെങ്കിൽ ഇടയ്ക്കുള്ള ദോഷങ്ങളൊക്കെ നിവൃത്തിയായിക്കൊള്ളും. 3 നേരം ധ്യാനത്തിന് എന്ത് ചെയ്യുന്നു? മനസ്സിനെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു. ഇന്ദ്രിയങ്ങളെ മനോതലത്തിലും മനസ്സിനെ ബുദ്ധിയുടെ തലത്തിലും, ബുദ്ധിയെ അതിനു പുറകിലുള്ള ശാന്ത നിർവിശേഷമായ സ്വരൂപത്തിലും നിശ്ചലപ്പെടുത്തും. ആ അഭ്യാസ നിരന്തരാഭ്യാസ നിതാന്തഭദ്ര, നിരന്തരാഭ്യാസം, വീണ്ടും 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 പ്രാക്ടീസ് 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 പ്രാക്ടീസ്, വിഡ്രോവൽ പ്രാക്ടീസ്, ഉപരമണം. യതോ യതോ നിശ്ചലതി മനഃശഞ്ചലമസ്ഥിരം തതസ്തതഃ നിയമ്യേതദ് ആത്മന്യേവ വശം നയേത് പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. എന്തെന്ത് കാരണങ്ങൾ കൊണ്ട് മനസ്സ്
പുറമേക്ക് ചലിക്കുന്നു. അതാത് കാരണങ്ങളെ നീക്കി അതിനെ അവിടെ നിന്നും വിഡ്രോ ചെയ്ത് പിൻവലിപ്പിച്ച് ആത്മസ്വരൂപത്തിൽ ഇരുത്തുക. ആത്മസംസ്ഥം മനഃകൃത്വ ന കിഞ്ചിതപി ചിന്തയേത്. മനസ്സിനെ ആത്മാവിലിരുത്തി ചിത്തവൃത്തികളെ ഉണ്ടാക്കാതിരിക്കാതെ നിശ്ചലമാക്കി ഇരുത്തുക, മൗനമായിട്ട് ഇരുത്തുക. ഇതാണ് ശാന്ത ആത്മനി എന്ന് പറയുന്നത്. ശാന്തമായ സർവവിശേഷപ്രത്യസ്തമിത സ്വരൂപേ. എല്ലാ സ്പെഷ്യൽ ഫോംസ്, നെയിംസ് എല്ലാം പോയി ശുദ്ധമായ മൗനം അതിൽ ഇരുത്തുന്നു. ഇതാണ് ശ്രുതി, ഉപനിഷത്ത് തരുന്നത്. ഉപനിഷത്ത് തരുന്ന ധ്യാനം. ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ഇരുത്താം. തൻ്റെ ഉണ്മയായ സ്വരൂപത്തിൽ മനസ്സിനെ ഇരുത്തുക. ഇത്തരത്തിലുള്ള ഒരു ഉയർന്ന ഒരു അനുഭവമണ്ഡലത്തിനെ, പ്രൗഢമായ അനുഭൂതിയെ ശ്രുതി പറഞ്ഞിട്ട് എല്ലാവരോടും പറയാണ്, ഇതിനു വേണ്ടി എത്തിക്കൂ. ഈ ഒരു സത്യത്തിനെ അറിയാൻ വേണ്ടി ഉണരൂ. എത്രയോ കാലമായി ഉറങ്ങിക്കിടക്കുകയാണ്, ഉണരൂ. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാദുരത്യയാ ദുർഗംബധസ്തത് കവയോ വദന്തി. ഉത്തിഷ്ഠത, ഉണരൂ. ജാഗ്രത, വീണ്ടും ഉറങ്ങിപ്പോകരുത്. ഉണർന്നിട്ട് ഉറങ്ങിയാൽ നല്ലവണ്ണം ഉറങ്ങും. അതുകൊണ്ട് ജാഗ്രത, ബി അലേർട്ട്. പ്രാപ്യ വരാൻ നിബോധത. വരാൻ ശ്രേഷ്ഠാൻ, അനുഭൂതിയുള്ള സംസ്കാരസമ്പന്നരായ ഉത്തമ സമ്പ്രദായജ്ഞരായ ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠന്മാർ, അങ്ങനെയാണ് അർത്ഥം പറയണത്. അതാണ് വരാൻ. നഹി നരേണ അവരേണ പ്രോക്തയേഷ സുവിജ്ഞേയ. ഇവിടെ തന്നെ ഉപനിഷത്ത് പറഞ്ഞു, അവരൻ പറഞ്ഞാൽ ഈ വിദ്യ പ്രകാശിക്കില്ല. അപ്പോൾ അവരൻ ആരാണോ ആത്മാവിനെ മാത്രം വരിച്ചിരിക്കുന്നത്, ആത്മനിഷ്ഠനായിട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ആചാര്യനാൽ പറയപ്പെടണം. അത് ഈ വിദ്യയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വരാൻ പ്രാപ്യ, ജീവൻ മുക്താൻ പ്രാപ്യ നിബോധത, അറിയുക. ഏവം പുരുഷ ആത്മനി സർവം പ്രവിലാപ്യ നാമരൂപകർമ്മത്രയം. നാമം, രൂപം, കർമ്മം, ഇത് മൂന്നും മാറ്റി യൻ മിഥ്യാജ്ഞാന വിജൃംഭിതം ക്രിയാകാരക ഫലലക്ഷണം സ്വാത്മയാഥാത്മ്യജ്ഞാനേന. നല്ല അദ്ഭുതമായ ഭാഷ്യം. മരീചി ഉദകരജ്ജു സർപ്പഗഗനമലാനീവ മരീചി രജ്ജു ഗഗനസ്വരൂപദർശനേനൈവ. മരുഭൂമിയിൽ വെള്ളം കാണുന്നു, മരുഭൂമി കണ്ട വെള്ളമില്ല. കയറിൽ പാമ്പ് കാണുന്നു, കയറ് കണ്ട അവിടെ പാമ്പില്ല. ആകാശത്തിൽ പൊടിയും കിടിയും ഒന്നും, ആകാശത്തിൽ ഒന്നും സ്പർശിക്കുന്നില്ല. ഇങ്ങനെ ആത്മസ്വരൂപത്തിൽ ഒരു ദോഷം, ഞാൻ കർത്ത ഭോക്ത മുതലായതൊന്നും വാസ്തവമല്ലെന്നറിഞ്ഞ് സ്വസ്ഥ, ഇതൊക്കെ ശങ്കരാചാര്യരുടെ വാക്കുകളാണ്. സ്വസ്ഥ പ്രശാന്ത കൃതകൃത്യ ഭവതി. സ്വസ്ഥ പ്രശാന്ത കൃതകൃത്യോ ഭവതി. യതഃ അതഃ. അങ്ങനെ സ്വസ്ഥനും
പ്രശാന്തനും ചെയ്യേണ്ടത് ചെയ്തവനും പരമമായ തൃപ്തി നേടിയവനുമായിട്ട് തീരുന്നു എന്നുള്ളതുകൊണ്ട് തദ്ദർശനാർത്ഥം അത്തരത്തിലുള്ള ആ ഒരു സ്റ്റേറ്റ് നേടിയെടുക്കാനായിട്ട് അനാദി അവിദ്യാപ്രസുപ്താഹ, അനാദികാലമായിട്ടുള്ള അവിദ്യ കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഹേ ജീവന്മാരെ, ഉത്തിഷ്ഠത ഹേ ജന്തവ, എഴുന്നേക്കൂ എന്ന് പറയാണ്. എന്ത് വേണം എഴുന്നേറ്റിട്ട്? ആത്മജ്ഞാനാഭിമുഖാഭവത, ആത്മജ്ഞാനാഭിമുഖന്മാരായിട്ട് തീരുന്നതാണ്. ആത്മജ്ഞാനം കൊണ്ടാണ് പരമപുരുഷാർത്ഥസിദ്ധി. സൂത്രഭാഷ്യ ബ്രഹ്മസൂത്രത്തിൽ പുരുഷാർത്ഥാധികരണം എന്നൊന്നുണ്ട്. അതിൽ ശങ്കരാചാര്യർ പറയണത് ഇതാണ്: ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ പുരുഷാർത്ഥ സിദ്ധിയുള്ളൂ, ബാക്കി ഒന്നുകൊണ്ടും സാധ്യമല്ല. ഞാൻ ആരാണ്, എൻ്റെ സ്വരൂപം എന്താണെന്ന് അറിയുന്നത് കൊണ്ടേ ഒരാൾക്ക് ഫുൾഫിൽമെൻറ്റ് വരുള്ളൂ, തൃപ്തി വരുള്ളൂ. അതുകൊണ്ട് ജാഗ്രത അജ്ഞാനനിദ്രായാഹ ഘോരരൂപായാഹ സർവാനർത്ഥബീജഭൂതായാഹ ക്ഷയം കുരുത്ത. അജ്ഞാനനിദ്രയെ ക്ഷയിപ്പിക്കും, ഇല്ലാതെ ചെയ്യും. എല്ലാ അനർത്ഥങ്ങൾക്കും മൂലകാരണം ഈ ഇഗ്നറൻസാണ്, അറിയായ്മയാണ്, അവിദ്യയാണ്. അതിനെ നീക്കം ചെയ്യൂ. എങ്ങനെ നീക്കം ചെയ്യും? പ്രാപ്യ ഉപഗമ്യ വരാൻ പ്രകൃഷ്ടാൻ ആചാര്യാൻ തത്വവിദ, തത്വജ്ഞാനികളായ ആചാര്യന്മാരെ പ്രാപിച്ചിട്ട് തതുപദിഷ്ടം സർവാന്തരം ആത്മാനം അഹമസ്മീതി നിബോധത അവഗച്ഛത. എല്ലാവരുടെ ഉള്ളിലുമുള്ള ആ ചൈതന്യം ഞാനാണ്, എൻ്റെ സ്വരൂപമാണെന്ന് അറിഞ്ഞുകൊള്ളുക. നഹി ഉപേക്ഷിതവ്യം ഇതി ശ്രുതി അനുകമ്പയാ മാതൃവത് ആഹ. ഒരമ്മ കൊച്ചു കുട്ടികളോട് പറയണ പോലെ പ്രിയത്തോടുകൂടെ കരുണയോടുകൂടെ ശ്രുതിമാതാവ് അനേക അമ്മമാരെക്കാളും മാതൃസഹസ്രേഭ്യ എന്നൊക്കെ പറയുന്നത് 1000 അമ്മമാരെക്കാളും കരുണയിൽ ഘനമേറിയവളായ ഈ ശ്രുതിമാതാവ് പറഞ്ഞു, ഉപേക്ഷിച്ച് കളയരുത്. ഈ ഒരു മാർഗത്തിനെ വിട്ട് വീണ്ടും വേണ്ടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തെണ്ടി ജീവിതം പാഴാക്കി കളയരുത് കുട്ടികളെ. അതുകൊണ്ട് മാതൃവത് അനുകമ്പയാ, ഒരമ്മയെ പോലെ അനുകമ്പയോടുകൂടെ ശ്രുതിമാതാവ് പറയുന്നു, നിങ്ങളിത് വിട്ടുകളയരുത്. നല്ല തത്വവിത്തുക്കളെ സമീപിച്ച് ഈ സത്യം അറിയുക. അതിസൂക്ഷ്മബുദ്ധി വിഷയത്വാത് ജ്ഞേയസ്യ, സ്വയമേവ ചിന്തിക്കരുത്. അതീവ സൂക്ഷ്മ ബുദ്ധി വിഷയമായ ഈ സത്യം ശ്രുതിജ്ഞാനം കൊണ്ട് തന്നെ അറിയണം. അതുകൊണ്ട് അതറിഞ്ഞ് വാൾത്തലയുടെ മേലെ നടക്കണ പോലെയാണ് വഴി. അത് ശരിക്കും പറഞ്ഞാൽ ഈ ആത്മവിദ്യയല്ല വാൾത്തല, നമ്മുടെ സംസാരമാണ്. ഈ അറിവും കൊണ്ട് പ്രാരബ്ധത്തിൽ ജീവിക്കണമല്ലോ, അതാണ് വാൾത്തലയുടെ മേലെ നടക്കൽ. അപ്പോൾ ആ അറിവ് വെച്ചുകൊണ്ട് ലോകത്തിൽ എങ്ങനെ ജീവിക്കും? ക്ഷുരസ്യധാരാനിഷിത ദുരത്യയ. ഈ സംസാരം ഈ വാളിൻ്റെ എഡ്ജിൽ ചിലപ്പോൾ അതിലിങ്ങനെ കൈ ഇങ്ങനെ തൊട്ടാൽ മതി മുറിഞ്ഞു പോകും. കത്തി, നല്ല ഷാർപ്പായിട്ടുള്ള കത്തി. അങ്ങനെയുള്ള കത്തിയുടെ മേലെ നടക്കണ പോലെയാണ് ഈ വേൾഡ്ലി ലൈഫ്. നമുക്ക് കാണാം, ആളുകൾ കിടന്ന് ബുദ്ധിമുട്ടുമ്പോൾ, ലോകത്തിൽ വിഷമിക്കുമ്പോൾ, നമ്മൾക്ക് മലയാളത്തിൽ മാത്രമുള്ള ഒരു വാക്കാണ് ബുദ്ധിമുട്ടുക എന്നാണ്. അതായത് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ മുട്ടിയിട്ട് അങ്ങോട്ട് പോരണില്ല എന്നാണ്. അപ്പം ഈ അറിവ് പ്രാവർത്തികമാവണില്ല, ഈ അറിവ് നമുക്ക് ഹെൽപ്പ് ചെയ്യണില്ല, ഈ അറിവിന് വീര്യം പോരാ. അപ്പോഴാണ് നമുക്ക് അറിവ് നമുക്ക് ആവശ്യം വരുമ്പോൾ ഒരു ഫ്രണ്ട് പോലെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കണ്ടേ. ഗുരുവും ഒരു ഫ്രണ്ടാണ്, ഈ അറിവും ഒരു ഫ്രണ്ടാണ്, ഭഗവാനും ഒരു ഫ്രണ്ടാണ്. ഭഗവാൻ പറയണു, എന്നെ ഫ്രണ്ടായിട്ട് കരുതിയാൽ നിനക്ക് ശാന്തി ഉണ്ടാവും. ഗീതയിൽ പറഞ്ഞു. എവിടെയാണ് പറഞ്ഞു? സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. അപ്പോൾ കൃഷ്ണനെ ഫ്രണ്ടായിട്ട് കരുതാണെന്ന് വെച്ചാൽ എന്താ? ഒരു വിഗ്രഹം കയ്യിൽ വെച്ചുകൊണ്ട് പോയാൽ മതിയോ?
എല്ലാം കൃഷ്ണൻ. അത് ഭക്തിയുടെ കാര്യത്തിലൊക്കെ ശരി. പക്ഷേ കൃഷ്ണൻ പറഞ്ഞ് ഒരു ഫ്രണ്ട് പറയണത് കേൾക്കണ്ടേ? സഖാ സഖായമബ്രവീത്ത്. ഒരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കണ പോലെ അർജുനന് പറഞ്ഞു കൊടുത്തു ഭഗവാൻ, അല്ലേ? അത് നമ്മൾ കേൾക്കുന്നതാണ് നമുക്കതിന് പരിഹാരം. അപ്പോൾ അങ്ങനെയാണെങ്കിലും സഖാവാണ് ഭഗവാൻ. കേരളത്തിൽ കുറേ സഖാക്കളുണ്ട്, ഇല്ലേ? അവരുടെ കാര്യം മഹാകഷ്ടമാണ്. പാവം എന്നാണ് വേറൊന്നും പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ശരിക്കും മിത്രമാണ്. അതുകൊണ്ടാണ് ബുദ്ധനും പറയണു ഞാൻ മിത്രമാണെന്നാണ്, ഫ്രണ്ടാണ്. മൈത്രേയ ബുദ്ധൻ എന്നാണ് അവർ പറയുക. അറിവുള്ളവൻ സത്യം വിഷമിക്കുമ്പോൾ, വഴി കാണാതെ ദുഃഖിച്ചിരിക്കുമ്പോൾ വഴി കാണിക്കാൻ മാത്രമാണ്. അതാ ഇങ്ങനെ പോവാം, ഇങ്ങനെ അറിയാം, ഇങ്ങനെ ചെയ്തോളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലക്ഷ്യം. പാണിഗ്രഹണം എന്ന് പറയുമല്ലോ, ഒരു പത്നിക്ക് ഭർത്താവ് പാണിഗ്രഹണം ചെയ്യണം. അവിടെയും മിത്രഭാവമാണ്. ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിക്കുമ്പോൾ ഭാഗവതത്തിൽ പാണിഗ്രഹണം ചെയ്തു. അവിടെ അപ്പോൾ അവിടെ നമ്മൾ ഈ ഷേക്ക് ഹാൻഡ് എന്ന് പറയണമല്ലോ, അല്ലേ? അത് ശരിക്കും ഈ ഫ്രണ്ട്ഷിപ്പാണ്. അത്രയും മൈത്രീഭാവമാണ്, സഖ്യഭാവമാണ്. അതുകൊണ്ട് ഉപദേശിക്കുകയാണ്. അപ്പോൾ സൂക്ഷ്മമായി അറിവ് അറിഞ്ഞ ശേഷം ജീവിതത്തിൽ നടക്കുമ്പോൾ മറന്നുപോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളണം. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ലൗകിക ജീവിതം വളരെ കോംപ്ലക്സാണ്, ജടിലമാണ്. ഇനിയും കൂടുതൽ നമ്മളുടെ അറിവ് കൊണ്ടും വളരെ പരിണമിച്ചു കൊണ്ടുവരുന്നത് കൊണ്ടുമൊക്കെ കൂടുതൽ ജടിലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളല്ല, അപ്പോൾ വേണ്ടാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ്. ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധ പോയി, എന്തൊക്കെയോ ആണ്. അപ്പോൾ ജടിലമാവാണ് ജീവിതം. അതാണ് ക്ഷുരസ്യ ധാരാ നിശിത ദുരത്യയ. എങ്ങനെയെങ്കിലുമൊക്കെ മരിച്ചു പോണവരെ ജീവിക്കണമല്ലോ എന്നാണ്. ഇപ്പോൾ എന്തൊക്കെ ആവുമോ ഭഗവാനെ അറിയില്ല. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് വാൾത്തലയുടെ മേലെ നടക്കുന്ന പോലെ. അപ്പോൾ അതിന് ഈ അറിവ് സമ്പാദിച്ചു കൊള്ളുക, ഇത് എടുത്തുകൊള്ളുക എന്ന് ശ്രുതി പറയാണ്. അയം അഗ്രം നിശിത തീക്ഷ്ണീകൃത ദുഃഖേനാത്യയോയസ്യാഹ. ഇവിടെ ജ്ഞാനമാർഗത്തിന് ക്ഷുരസ്യധാര എന്ന് പറഞ്ഞു. പക്ഷെ അത് ജ്ഞാനമല്ല, ഈ ജീവിതമാണ് ദുരത്തെയ. തത് കഥം അതിസൂക്ഷ്മത്വം സ്ഥൂലാതാവതീയം മേദിനി ശബ്ദസ്പർശരൂപരസഗന്ധോപചിത സർവേന്ദ്രിയ വിഷയഭൂത അട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സാരതമമായ വിഷയം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി.